ജ്യോതിഷപരമായി നോക്കുമ്പോൾ ജൂൺ 7 മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യ ഗുണാനുഭവങ്ങളുടെ ദിവസമായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ജൂൺ 7 തൻ്റെ നീചരാശിയായ കർക്കടകം വിട്ട് ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോഴിതാ ശുക്രനും ചൊവ്വയും ചേർന്ന് ധനശക്തി രാജയോഗം സൃഷ്ടിക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ രാജയോഗത്തിൻ്റെ രൂപീകരണത്താൽ 12 രാശിക്കാരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. ചൊവ്വ ശുക്രൻ്റെ ധനശക്തി രാജയോഗത്തിൻ്റെ രൂപീകരണം മൂലം 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് ജൂൺ 7 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക. ചൊവ്വ അതിൻ്റെ സുഹൃത്തായ സൂര്യൻ്റെ രാശിയിൽ 5-ാം ഭാവത്തിൽ സംക്രമിക്കും. ഇതോടൊപ്പം ശുക്രൻ ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. അത്തരമൊരു സാഹചര്യത്തിൽ രൂപപ്പെടുന്ന ധനശക്തി യോഗം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് സവിശേഷമായിരിക്കുമെന്ന് തന്നെ പറയാം. ഇവരുടെ വ്യക്തിത്വത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും. പല ആഗ്രഹങ്ങളും സഫലമാവുകയും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ രീതിയിലുള്ള നേട്ടം ഇവർക്ക് സ്വന്തമാകും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തിക രോഹിണി മകയിരം. ഇവർക്കും ധനശക്തി യോഗം അനുകൂലമായിരിക്കുമെന്ന് തന്നെ പറയാം. അത്തരമൊരു സാഹചര്യത്തിൽ മേടൻ രാശിയിൽ രൂപം കൊള്ളുന്ന ധനശക്തി യോഗം ഈ രാശിക്കാർക്കും, അതായത് ഇടവൻ രാശിക്കാർക്കും വളരെയധികം നേട്ടങ്ങളുടെയും വിജയം ഒക്കെ നൽകുമെന്ന പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. ഈ രാശിക്കാർക്ക് വിദേശ രാജ്യങ്ങളിലൂടെ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. അതായത് വിദേശ രാജ്യത്തേക്ക് തൊഴിലിനായി അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ്. ആ ജോലി നിങ്ങൾക്ക് കിട്ടും. അതുമൂലം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തിക നില മെച്ചപ്പെടുന്ന തരത്തിലോട്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ്. ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള താല്പര്യം വന്നു ചേരും. അതോടുകൂടി ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര ചോതി വിശാഖം. ചൊവ്വയുടെ സംക്രമണം നിങ്ങളുടെ ജാതകത്തിൻ്റെ 11-ാം ഭാവത്തിലാണ് ഉദിച്ചു നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ചൊവ്വയ്ക്കും ശുക്രനും ഇടയിൽ ഒരു ത്രികോണ ബന്ധം കൂടി രൂപപ്പെടുന്നു. ശുക്രനെ സമ്പത്തിൻ്റെ ഘടകമായും ചൊവ്വയെ വീര്യത്തിൻ്റെ ഘടകമായും കണക്കാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ തുലാം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ധൈര്യപൂർവ്വം, അതായത് ഇതുവരെ ഒളിഞ്ഞിരുന്ന നിങ്ങളുടെ ധൈര്യമൊക്കെ പുറത്തു വരുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ധൈര്യപൂർവ്വം ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ സാധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തികപരമായി ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ രീതിയിൽ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് പറയാം. ഈ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതി വന്നു ചേരും. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പിണക്കങ്ങളും ഒക്കെ മാറി നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മക്കളുമൊത്ത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജൂൺ 7 മുതൽ തെളിഞ്ഞു വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ളൊരു വഴിത്തിരിവാകുമെന്ന് തന്നെ പറയാം. അപ്പോൾ മേടം, ഇടവം, തുലാം എന്നീ 3 രാശികളിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു പുതിയൊരു പുനർജീവൻ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഭാഗ്യം അനുകൂല സമയമാണ് ഈ ഗ്രഹമാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ചൊവ്വയുടെ രാശിമാറ്റം മൂലം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. കഠിന പ്രയത്നങ്ങളും പരിശ്രമങ്ങളും തുടർന്നുകൊള്ളൂ. അതിനൊക്കെയുള്ള ഫലം നിങ്ങൾക്ക് പൂർണ്ണമായും ഇനി ലഭിക്കാൻ തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ശിവോഹം.